അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أليس الله بكاف عبده ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ കൽപ്പനകളെ, വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളെയും ഒരുപോലെ ആസ്വദിക്കാനും ഒരുപോലെ ആശ്വസിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വന്തം മനസ്സിനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കൂ. നമ്മളൊക്കെ നല്ല ഒരു ഭക്ഷണം കഴിക്കുന്നതിനെ ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഭക്ഷണം ലഭിക്കാതെ നമ്മൾ അനുഭവിക്കുന്ന വിശപ്പിനെ ആസ്വദിക്കാൻ നമുക്ക് ജീവിതത്തിൽ കഴിയാറുണ്ടോ? ആരോഗ്യത്തെ, രോഗമില്ലാത്ത അവസ്ഥയെ നമ്മൾ ആസ്വദിക്കാറുണ്ട്. പക്ഷെ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗത്തെയും വേദനയെയും പ്രയാസത്തെയും ആസ്വദിക്കാനും അതിൽ ആശ്വസിക്കാനും നമുക്ക് സാധിക്കാറുണ്ടോ? നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെയെല്ലാം വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ നോക്കിക്കാണുകയും ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാറുണ്ട്. നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന നഷ്ടങ്ങളെ ആസ്വദിക്കാനും അതിൽ ആശ്വസിക്കാനും നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യങ്ങളെ നമ്മൾ ആസ്വദിക്കാറുണ്ട്, അതിൽ ആശ്വസിക്കാറുണ്ട്, അതിനെ അനുഭവിക്കാറുണ്ട്. പക്ഷേ നമുക്കുണ്ടാകുന്ന ഇല്ലായ്മകളെ, കുറവുകളെ, പോരായ്മകളെ ആസ്വദിക്കാനും അതിൽ ആശ്വസിക്കാനും നമുക്ക് ജീവിതത്തിൽ സാധിക്കാറുണ്ടോ? സ്വന്തത്തിന്റെ കാര്യത്തിൽ
നമ്മൾ തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണിത്. മുൻഗാമികളുടെ ജീവിതത്തെ നമ്മൾ എടുത്താൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അവർ ആനന്ദം കണ്ടതും ആശ്വസിച്ചതും നമുക്ക് ചരിത്രത്തിൽ വായിക്കാനാകും. വിശപ്പ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും ആസ്വദിച്ചിട്ടുണ്ട് വിശപ്പിനെ. ഖന്തക്കിന്റെ ചരിത്രം വായിക്കുന്നിടത്ത് നമുക്ക് കാണാം, വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയത്ത് വിശാലമായ ഒരു കിടങ്ങ് കീറുകയാണ് അള്ളാഹുവിന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തും. വിശപ്പ് സഹിക്കാനാകാതെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന്, റസൂലെ വിശക്കുന്നുണ്ട്, കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് വയറ്റിലെന്ന് പറഞ്ഞപ്പോ 2 കല്ല് കെട്ടിയത് കാണിച്ചു കൊടുത്ത ചരിത്രം നമുക്കറിയാം. എന്നിട്ട് ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ആ കിടങ്ങ് കീറാൻ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആവേശമുണ്ടാകാൻ ഒരു പാട്ടുപാടുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ ഫഗ്ഫിറിൽ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരലോകത്ത് വരാനുള്ള ജീവിതമാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, ഈ അൻസാറുകളും മുഹാജിറുകളുമാകുന്ന സ്വഹാബത്തിന് നീ പുറത്തു കൊടുക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആവേശം കൊടുത്ത് പാടാൻ. സ്വഹാബത്ത് ഉടനെ ഏറ്റുപാടി, നഹ്നുല്ലദീന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങൾ ആരാ? ജീവിക്കുന്ന കാലമത്രയും അള്ളാന്റെ റസൂലിന്റെ കൂടെ ഈ ദീനിന് വേണ്ടി പോരാടാൻ ബൈഅത്ത് ചെയ്തവരാണ്. റസൂലിന് അങ്ങോട്ട് സമാധാനം കൊടുക്കുകയാണ് അവർ. സഹോദരങ്ങളെ, വിശന്നു വലഞ്ഞ് ഒരു വിശാലമായ കിടങ്ങ് തങ്ങളുടെ കൈകൾ കൊണ്ട് വെട്ടിക്കീറുന്ന സമയത്ത് ആ വിശപ്പിനെ ആസ്വദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തും. ഇനി നോക്കൂ നിങ്ങൾ, രോഗവും വേദനയും സ്വഹാബത്ത് ആസ്വദിച്ച് ആശ്വസിച്ചിട്ടുണ്ട്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് 10-30 വർഷക്കാലം അദ്ദേഹം രോഗാവസ്ഥയിൽ, ശരീരമനക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കാൻ. ആ സമയത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്ന തന്റെ കൂട്ടുകാരോട് അവർ പറയുന്നുണ്ട്, എന്നിലുള്ള ഈ പ്രയാസം നോക്കിക്കണ്ട് അള്ള സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, അള്ള എനിക്ക് ഒരു നല്ല കാര്യത്തിനായി സന്തോഷപൂർവം തന്നതാണ് ഈ രോഗമെങ്കിൽ തീർച്ചയായും ഞാൻ ഈ രോഗത്തിന്റെ കാര്യത്തിൽ സന്തോഷിക്കുന്നു എന്നാണ്. ശരീരം അനുഭവിക്കുന്ന വേദനയെ, പ്രയാസത്തെ, രോഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ആസ്വദിച്ചതും അതിൽ അവർ ആശ്വാസം കണ്ടെത്തിയതും ചരിത്രത്തിൽ നമ്മൾ വായിക്കണം. പ്രകാരം തന്നെ നഷ്ടങ്ങളെ സ്വഹാബത്ത് ആസ്വദിച്ചിട്ടുണ്ട്. സ്വഹാബത്തും ആ സ്വഹാബത്തിനെ പിന്തുടർന്നു വന്ന താബിഈകളുടെയും ഒക്കെ ചരിത്രത്തിൽ അവർക്കുണ്ടായ നഷ്ടങ്ങളെ അവർ ആസ്വദിച്ചതിനെയും അതിൽ ആശ്വാസം കണ്ടെത്തിയതിനെയും നമുക്ക് വായിക്കാനാകുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി റമദാനിൽ അവസാനത്തെ ഖുതുബയിൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരു ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ 7 മക്കളിൽ ഒരു മകൻ മരണപ്പെടുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലിൽ രോഗം വന്ന് ഒരു കാല് മുറിച്ചു മാറ്റാൻ. ഈ 2 കാര്യത്തെയും അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് പറയാണ്, അല്ലാഹുമ്മ കാന ലീ ബനൂന സബ്അ, പടച്ചോനെ നീ എനിക്ക് മക്കളായി 7 ആളെ തന്നു. ഫഅഖത്ത വാഹിദ, ഒന്നിനെ നീ തിരിച്ചെടുത്തു. വഅബ്ഖൈത ലീ സിത്ത, നീ എനിക്ക് 6 മക്കളെ ബാക്കിയാക്കി തന്നല്ലോ. വകാന ലീ അത്റാഫുൻ അർബഅ, പടച്ചോനെ കയ്യും കാലുമായി എനിക്ക് 4 അവയവങ്ങളെ തന്നു. ഫഅഖത്ത തുർഫൻ, നീ 1 അവയവത്തെ അതിൽ നിന്ന് തിരിച്ചെടുത്തു. വഅബ്ഖൈത സലാസ, നീ 3 ഭാഗം ഇപ്പോഴും എനിക്ക് എന്റെ ശരീരത്തിൽ ബാക്കി വെച്ച് തന്നിരിക്കുന്നു. ഫലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. നോക്കൂ നിങ്ങൾ, ശരീരത്തിലെ ഒരു അവയവം തനിക്ക് നഷ്ടമാകുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ, തന്റെ കൺകുളിർമയായ മക്കളിൽ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുക്കുമ്പോ അതിനെ നോക്കി അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മളുടെ മുൻഗാമികളായ സ്വഹാബത്തിന് സാധിച്ചു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കാൻ. ഇനി നോക്കൂ നിങ്ങൾ, ഇല്ലായ്മയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്ന് എഴുന്നേറ്റപ്പോ ആ കിടക്കുന്ന പരുക്കൻ സ്ഥലത്തിന്റെ അടയാളങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ കാണുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്ന കിസ്റ വ ഖൈസർ ഫീമാ ഹുമാ ഫീ, അല്ലാഹുവിന്റെ റസൂലേ, കിസ്റയും കൈസറും ഒക്കെ
അവരെത്ര സുഖലോലുപമായ ജീവിതമാണ് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. വഅൻത റസൂലുള്ളാ, നിങ്ങൾ അള്ളാന്റെ റസൂലാണ്, എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു പ്രയാസത്തിലാണല്ലോ കഴിയുന്നത്. എന്താ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് പ്രതികരിച്ചത്? ഫഖാല അമാ തർലാ അൻ തകൂന ലഹുമുദ് ദുനിയ വലനൽ ആഖിറ. ഉമറേ, അവർക്ക് ഈ ദുനിയാവാണ്, നമുക്ക് കിട്ടാനുള്ളത് പരലോകമാണ് എന്നത് താങ്കളെ തൃപ്തിപ്പെടുത്തുന്നില്ലേ? എന്ത് ശരീരത്തിൽ ചില ചകിരിനാരിന്റെ അടയാളങ്ങൾ കാണുന്നതിൽ എന്തിന് നമ്മൾ ആവലാതിപ്പെടണം? കിസ്റയും കൈസറും അവര് സന്തോഷകരമായ ജീവിതം ഇവിടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദുനിയാവേ ഉള്ളൂ. വലനൽ ആഖിറ, നമുക്കൊരു പരലോകം വരാനില്ലേ ഉമറേ എന്ന് പറഞ്ഞ് തന്റെ ഇല്ലായ്മയെ ആസ്വദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ വായിക്കാൻ. സഹോദരങ്ങളെ, ഞാനിത് സൂചിപ്പിച്ചത് എങ്ങനെയാണ് ദീനിൽ നമുക്ക് മാതൃകയായി ജീവിച്ച നമ്മുടെ മുൻഗാമികൾക്ക് അവരുടെ ജീവിതത്തിലെ കുറവുകളെ, വേദനകളെ, ഇല്ലായ്മകളെ, നഷ്ടങ്ങളെ, വിശപ്പിനെ, പ്രയാസത്തെ ആസ്വദിക്കാനും അതിൽ ആശ്വാസം കണ്ടെത്താനും സമാധാനിക്കാനും എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾക്ക് സാധിച്ചത്? അവർക്ക് അള്ളാഹിനെ കുറിച്ച് കൃത്യമായൊരു ബോധമുണ്ടായി എന്നതാണ്. ആരാ പടച്ച റബ്ബ്? ആ അള്ളാഹുവിന്റെ ഒരു നാമമാണ് അൽ വക്കീൽ. അൽ വക്കീൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ ഉപജീവനം മുഴുവൻ ഏറ്റെടുത്ത് നിർവഹിക്കുകയും ആ സൃഷ്ടികൾക്ക് എന്തിനും മതിയായവനുമായ പടച്ച റബ്ബ്, അവനാണ് അൽ വക്കീൽ. എനിക്ക് അൽ വക്കീലായ ഒരു റബ്ബുണ്ട് എന്ന ബോധ്യമാണ് പ്രതിസന്ധികളിൽ സമാധാനം കണ്ടെത്താനും ആശ്വസിക്കാനും പ്രിയപ്പെട്ടവരെ അവർക്ക് സാധിച്ചത്. എന്റെ റബ്ബ് അൽ കഫീലാണ്, ഉപജീവനം തരുന്ന, എന്റെ ഭക്ഷണത്തിന്റെ കാര്യം ചെയ്യുന്ന, എന്റെ സംരക്ഷണം ഏറ്റെടുത്തവനാണ് എന്റെ റബ്ബ് എന്ന വക്കീലായ അൽ കഫീലായ റബ്ബിനെ നമ്മുടെ മുൻഗാമികൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ റബ്ബിൽ തവക്കുലാക്കി അവനിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും ജീവിതത്തിൽ കണ്ടെത്താനാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളോട് പറഞ്ഞത് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. ആരാണോ പടച്ചോനിൽ തവക്കുലാക്കി ജീവിക്കുന്നത്, അല്ലാഹുവിൽ തന്റെ ജീവിതത്തെ ഭരമേൽപ്പിക്കുന്നത് ആരാണോ ഫഹുവ ഹസ്ബുഹു, ആ റബ്ബ് മതിയവന് എന്നാണ്. സഹോദരങ്ങൾ, അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? സ്വന്തം കാര്യത്തിൽ രോഗം, സാമ്പത്തിക പ്രയാസം, വേദനകൾ, കഷ്ടപ്പാടുകൾ, വീടില്ലാത്ത പ്രയാസം, എന്താകട്ടെ, എനിക്കെന്റെ റബ്ബ് മതി, അവനിൽ തവക്കുലാക്കി തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മക്കള് വല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയാണ് മക്കൾ കൈവിട്ടു പോകുക എന്നറിയാത്തൊരു കാലത്ത് ആ മക്കളുടെ കാര്യത്തിൽ പടച്ചോനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ പലരും പല നിയമങ്ങളും വ്യവസ്ഥകളും എഴുതി ചേർക്കുകയും വെട്ടിമാറ്റുകയും ചെയ്യുന്ന ഒരു കാലത്ത് തവക്കൽതു അലല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞ് സാമുദായികമായ സാമൂഹികമായി നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് നമുക്ക് സാധിക്കണം. ശരിയായ രൂപത്തിൽ അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കുകയാണെങ്കിൽ പടച്ച റബ്ബ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നിർവഹിച്ചു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും കുൻതും തവക്കുലൂന അലല്ലാഹി ഹഖ്ക തവക്കുലി. മനുഷ്യരെ, ഭരമേൽപ്പിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ പടച്ചോനിൽ നിങ്ങളുടെ കാര്യം ഏൽപ്പിച്ചു കൊടുത്താൽ ലറുസിഖ്തും കമാ യുർസഖുത് ത്വയ്ർ, പക്ഷികൾക്ക് അന്നം കൊടുക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാര്യം നിർവഹിച്ചു തരും. എന്താ പക്ഷിയുടെ പ്രത്യേകത? തഖുദു ഖിമാസൻ വ തറൂഹു ബിതാന. ഒട്ടിയ വയറുമായി ആ പക്ഷി കൂട് വിട്ടു പോകും. രാവിലെ നിറഞ്ഞ വയറുമായി പക്ഷി തിരിച്ചു വരുന്നത് പോലെ നിങ്ങളെ കാര്യം പടച്ചോൻ ശരിയാക്കി തരും. അള്ളാഹുവിൽ തവക്കുലാക്കേണ്ട മുറപ്രകാരം നിങ്ങൾ തവക്കുലാക്കിയാൽ. പക്ഷെ സഹോദരങ്ങളെ, നമുക്ക് രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, പലരും അള്ളാനെ വിട്ടു പോകുകയാണ്. ഒരു വെള്ള തുണിയും കുപ്പായം, ഒരു കറുത്ത തൊപ്പിയിട്ട് ആര് രംഗത്ത് വന്നാലും ഓന്റെ പിന്നാലെ പോവാൻ, അല്ലേ? അവൻ ചൂണ്ടിക്കാണിക്കുന്ന കൊടിമരം, അതിന്റെ പിന്നിൽ പൈസ ഇടാൻ, അതിന്റെ താഴെ കൊണ്ടുപോയി ജീവിതത്തെ സമർപ്പിക്കാൻ. ഏരസും ചരടും ഐക്കല്ലും ഉറുക്കും കബറും നമ്മുടെ തവക്കുലിന്റെ കേന്ദ്രമായി മാറുകയാണ്. പിന്നെ എങ്ങനെ സഹോദരങ്ങളെ സമാധാനം ഉണ്ടാകുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. മനുഷ്യരെ, അടിമക്ക് അല്ല പോരേന്നാൻ, അല്ല പോരെ. വയുഖവ്വിഫൂനക ബില്ലദീ മിൻ ദൂനി, എന്നാ പടച്ചോനല്ലാത്തവരെ കുറിച്ച് അവര് നിന്നെ പേടിപ്പെടുത്തുകയാണ്. വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്.
പടച്ചോൻ വഴികേടിലാക്കിയ പിന്നെ ഒരാൾക്കും നേർവഴിയിലാകാൻ കഴിയൂല. അതുകൊണ്ട് മനുഷ്യരെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്കല്ല പോരെ അല്ല ചോദിക്കാൻ. പക്ഷെ നമുക്ക് തങ്ങള് വേണം, ബീവി വേണം, ചരട് വേണം, ബാബ വേണം. എങ്ങനെ സഹോദരങ്ങൾ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുക? അല്ലെ, തളിപ്പറമ്പിലേക്ക് പുതിയ തട്ടിപ്പിന്റെ കേന്ദ്രങ്ങൾ വരുന്നതിന്റെ വാർത്തകൾ നമ്മൾ കണ്ടില്ലേ? അവിടെയും നമ്മളെപ്പോലെയുള്ള മനുഷ്യർ ചെന്ന് കുമ്പിടാൻ ശ്രമിക്കുമ്പോ എങ്ങനെ പടച്ചോ നമ്മുടെ കാര്യം ഏറ്റെടുക്കുക? രണ്ടാമത്തെ എന്താണെന്നറിയോ? തവക്കുലാക്കുമ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ തവക്കുലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോയി. അള്ളാന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിനല്ല ഞാൻ പോണേന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാതെയല്ല പോയത്. ഉഹദിൽ 2 പടയെങ്കിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചത്. ഹിജ്റ പോകുമ്പോ അള്ളാന്റെ മാർഗത്തിലല്ലേ എന്ന് വിചാരിച്ച് പ്ലാൻ ഇല്ലാതെ അല്ല പോയത്, കൃത്യം പ്ലാൻ ഉണ്ടായി. നമ്മുടെ നാട്ടിലോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ പടച്ചോനെ ഏൽപ്പിക്കുക. ഇപ്പോ യമനിൽ നിന്നൊരു യാത്രാ സംഘം ഹജ്ജിന് വന്നു. അവരോട് റസൂല് ചോദിച്ചു, നിങ്ങളുടെ പാതയം എടുത്തു, നിങ്ങളുടെ ഭക്ഷണം എടുത്തു. അവര് പറഞ്ഞു, ഞങ്ങളൊക്കെ പടച്ചോനിൽ തവക്കുലാക്കി വന്നതാണ്, ഭക്ഷണമൊന്നും കൈ കരുതിയിട്ടില്ല. അവിടെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കിയത്, വതസവ്വദൂ, നിങ്ങൾ പാതയം കരുതണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നല്ല പാതയം അത് തഖ്വയാണ്. പക്ഷെ പാതയം കയ്യിൽ ഉണ്ടാകണം. പടച്ചോന്റെ മാർഗത്തിലല്ല പറഞ്ഞിട്ട് അവനാ ചെയ്യേണ്ടത് ചെയ്യാതെ ഇറങ്ങി പുറപ്പെടുകയല്ല. നോക്കൂ, നിങ്ങൾ ഇന്ന് രോഗം വരുമ്പോ ചികിത്സിക്കണം. ആശുപത്രി പോകാതെ ഞാൻ പടച്ചോനിൽ തവക്കുലാക്കി എന്ന് പറയാൻ. പ്രസവം ഒരു രോഗമല്ല, പക്ഷെ പുതിയ കാലമാണ്, ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ഇസ്ലാം പറഞ്ഞത് സംവിധാനങ്ങൾ ഹലാലായ വഴിയിലുള്ള എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തണം. കാര്യകാരണ ബന്ധത്തോട് ബന്ധപ്പെടാനാ പടച്ചോൻ പറഞ്ഞത്. അതുകൊണ്ട് ആശുപത്രി പോകാതെ വീട്ടിൽ പ്രസവിച്ച് മരിച്ചിട്ട് ഞാൻ പടച്ചോനിൽ തവക്കുലാക്കി എന്ന് പറയാ. എന്ത് തവക്കുലാണ് സഹോദരങ്ങൾ? അത് തവാക്കുലാണ്. അവനാ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ പടച്ചോ നോക്കിക്കോളൂ എന്ന് പറയാം. മക്കൾ വഴി തെറ്റുന്നൊരു കാലം പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? പരിഹാരത്തിന്റെ വഴി വെക്കേഷനാണ്, CREയുടെ വെക്കേഷൻ കോഴ്സ് വരുന്നു. നമ്മുടെ കുട്ടികളെ ചേർക്കണം, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം, പരിഹാരത്തിലേക്ക് അവരെ എത്തിക്കണം, എന്നിട്ട് തവക്കുലാക്കണം. ഒന്നുകിൽ പടച്ചോനെ വിട്ട് മറ്റുള്ളവരിൽ വരമേൽപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ, നമ്മളുടെ സ്വന്തം കാര്യത്തിൽ പടച്ചോനൊക്കെ നോക്കിക്കോളൂ എന്ന് പറയാം. അള്ളാഹ് തന്നെയാണ് ഒക്കെ നോക്കുക, പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. റസൂൽ അങ്ങോട്ട് അള്ളാഹുവേ ഞാൻ ഇറങ്ങുകയാണ്, എന്റെ കാര്യം നോക്കിക്കൊള്ളണം എന്ന് പറയല്ല ചെയ്തേ. ഹിജറക്ക് കറക്റ്റ് പ്ലാന്, യുദ്ധങ്ങൾക്ക് കറക്റ്റ് പ്ലാന്, ജീവിതത്തിന് കൃത്യമായ പ്ലാനും പദ്ധതിയും, എന്നിട്ടാ റസൂല് തവക്കുലാക്കിയത്. അപ്പൊ 2 കാര്യമുണ്ടാകണം. ഒന്ന് അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക, രണ്ടാമത്തത് ചെയ്യേണ്ട കാര്യം ചെയ്യുക. രോഗമാണോ, ചികിത്സ തേടുക, പ്രാർത്ഥിക്കുക. സംവിധാനങ്ങൾ ഹലാലായത് എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് പടച്ചവനിൽ തവക്കുലാക്കുക. മക്കൾക്ക് നേർവഴി കിട്ടാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുക, എന്നിട്ട് അവരുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കുക. പടച്ചവന്റെ സഹായം പെയ്തിറങ്ങാൻ ഒരു വിശ്വാസി ചെയ്യേണ്ട എല്ലാം ചെയ്യുക. എന്നിട്ട് അല്ലാഹുവേ ഞങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നിടത്ത് നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ രൂപത്തിൽ തവക്കുലാക്കിയാൽ സഹോദരങ്ങളെ, പക്ഷിക്കന്നം കൊടുക്കുന്ന പോലെ അള്ളാഹു നമ്മുടെ കാര്യം ശരിയാക്കി തരുന്ന അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ ശരിയായ രൂപത്തിൽ ഭരമേൽപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാവുക. അപ്പോൾ നഷ്ടങ്ങളിൽ പോലും സന്തോഷിക്കാനും സമാധാനിക്കാനും നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ശരിയായ തവക്കുൽ നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് ഒരു വിശ്വാസി പറയേണ്ട അവസാനത്തെ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക. അല്ലാഹു എന്റെ ശരീരത്തെ, എന്റെ മുഖത്തെ ഞാൻ നിന്നിലേക്ക് തിരിക്കാൻ, വഅൽജഅതു ലഹരി ഇലൈക വഫവ്വലതു അംരി ഇലൈക. എന്റെ മുതുകിനെ, എന്റെ കാര്യങ്ങളെ റബ്ബേ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കാൻ. റഗ്ബതൻ വറഹ്ബതൻ ഇലൈക. പ്രസവനെ നിന്റെ ശിക്ഷയെ ഭയന്നും നിന്റെ പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും ഞാൻ എന്നെ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്. ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക. നിന്നിലേക്കും നിന്നിൽ നിന്നുമല്ലാതെ ഒരു രക്ഷയും ലഭിക്കാനില്ല. ആമൻതു ബി കിതാബിക അല്ലദീ അൻസൽതു വബി നബിയിക അല്ലദീ അർസൽതു.
നീ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും നീ അയച്ച നബിയിലും ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. എന്തായി പറഞ്ഞത്? എന്റെ മുഖത്തെ, എന്റെ ശരീരത്തെ, എന്റെ മുതുകിനെ, എന്റെ പ്രതീക്ഷകളെ, എന്റെ ഭയത്തെ ഒക്കെ റബ്ബേ ഞാൻ നിന്നിലേൽപ്പിക്കാൻ. നിന്നിൽ നിന്നല്ലാതെ എനിക്കൊന്നും കിട്ടല്ല. നീ അയച്ച പ്രവാചകനിൽ, നീ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചു. ഇത് പ്രാർത്ഥിച്ച ഒരാള്, അത് അവസാനത്തെ വാക്കായി പറഞ്ഞ് ഒരാൾ ഉറങ്ങി ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലുള്ള മരണമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഊണിലും ഉറക്കിലും ജീവിതത്തിന്റെ ഉണർച്ചയിലും എല്ലായിടത്തും ഒരു വിശ്വാസി തന്റെ ജീവിതത്തെ മുഴുവൻ റബ്ബിൽ സമർപ്പിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. അവിടെയാണ് നമുക്ക് രക്ഷയുള്ളത്, അവിടെയാണ് നമുക്ക് സമാധാനമുള്ളത് എന്നാണ് ഈ പ്രാർത്ഥനയടക്കം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആമൻതു ബിനബിയിക്കല്ലദീ അർസൽത് എന്നാണ്. അല്ലാഹുവേ, നീ അയച്ച നബിയിൽ. ഒരു സ്വഹാബി ഈ പ്രാർത്ഥന പഠിച്ച് നബിക്ക് തിരിച്ചു ചൊല്ലിക്കൊടുത്തപ്പോൾ നബി എന്നുള്ള സ്ഥലത്ത് റസൂൽ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, അല്ല, നബി എന്ന് ഞാൻ പഠിപ്പിച്ചിടത്ത് നബി എന്ന് തന്നെ പറയണം. അവിടെ നമുക്കൊരു മാതൃക. നമ്മുടെ ദീന് എന്താണോ അള്ളാഹും റസൂലും പഠിപ്പിച്ചത് അത് തന്നെയായിരിക്കണം. ഒരു വാക്കുമാറ്റാൻ ഒരു സ്വഹാബിക്ക് പോലും അധികാരമില്ല എന്നതുകൂടി ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ആ നിലക്ക് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും പടച്ചവനിൽ ഭരമേൽപ്പിക്കുക, റബ്ബിൽ മാത്രമാവുക, അള്ളാഹു പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളോട് നമ്മൾ ബന്ധപ്പെടുക, നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യുക. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് അള്ളാഹ്ക്കേ ഇടപെടാൻ കഴിയൂ എന്ന വിശ്വാസത്തോടുകൂടി ഒരു ചരടും നൂലും ഏലസും മൈക്കല്ലും ഒരു തങ്ങളും ബീവിയും നമ്മുടെ രക്ഷക്കെത്തില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. അള്ളാഹു അത്തരം നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഇൻഷാ അല്ലാഹ് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകരയിലുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് കളക്ഷൻ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ റമദാനിൽ അവരിവിടെ വന്നിരുന്നു. നമുക്ക് നേരത്തെ നമ്മുടെ കളക്ഷൻ ഷെഡ്യൂൾ ആയതുകൊണ്ട് അവരോട് ഇന്ന് വരാൻ പറഞ്ഞതാണ് നമ്മുടെ ഭാരവാഹികൾ. അവിടെ ഇപ്പോൾ പള്ളി ഏകദേശം ഒരു 6 വർഷമായി നടക്കുന്നുണ്ട്. ആ പള്ളിയിൽ ഹിഫ്ളുണ്ട്, നമ്മുടെ കുട്ടികളുടെ മദ്രസയുണ്ട്. മദ്രസ 3 വർഷമായി തുടങ്ങി 4ാമത്തെ വർഷത്തിലേക്കാണ്. 3ാം ക്ലാസ് വരെയുള്ള മദ്രസയിൽ മാത്രം ഏകദേശം 60-70 കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഹിഫ്ളും മദ്രസയും സംവിധാനം എല്ലാം കൂടി ആ പള്ളിയിൽ നടത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ പ്രവർത്തകർ സ്ഥലമെടുത്ത് അവിടെ ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുകയാണ്. 70 ലക്ഷം രൂപ അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് അവരെ സഹായിക്കുന്ന, അള്ളാഹുവിന്റെ ഖുർആൻ ഹിഫ്ളാക്കുന്ന, ദീന് പഠിക്കുന്ന കുട്ടികളുടെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണ് അവിടുത്തെ മുതിർന്ന 2 പ്രവർത്തകർ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് പള്ളിയുടെ വരാന്തക്ക് പുറത്തുള്ള ബക്കറ്റ് കളക്ഷൻ അവരുടേതാണ്. ബക്കറ്റിലേക്ക് മാത്രം ചുരുക്കാതെ നമുക്കൊരു നിശ്ചിത ഇടവേളയൊക്കെ വെച്ച് അവർക്കൊരു സംഖ്യ ഓഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓഫർ ചെയ്ത് റെസിപ്റ്റ് വാങ്ങുന്ന രൂപത്തിലുള്ളൊരു കളക്ഷൻ അവർക്ക് കൊടുത്ത് അവരെ സഹായിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പണം കൊണ്ട് ദീന് പഠിച്ച ആ മക്കളുടെയൊക്കെ പ്രാർത്ഥന നമ്മളുടെ ഖബറിലേക്ക് എത്തുമെന്ന ബോധത്തോടുകൂടി ആ നന്മകളിലൊക്കെ നമ്മൾ സഹകരിക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. അള്ളാഹുവിൽ ശരിയായ രൂപത്തിൽ ഭരമേൽപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം പടച്ചറബ് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകൾ പ്രത്യേകം പേരെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വലിയ ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത് എല്ലാ രംഗത്തും അവർക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന കാലത്ത് ഈമാനിന്റെ ശക്തി കൊണ്ട് അവയെ മറികടക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين.